ശ്രീലക്ഷ്മിയാണ്. ഇന്ന് നമുക്ക് ഈ ഓൺലൈൻ ലോണുകളുടെ തട്ടിപ്പുകളെ കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കും. നമ്മൾ ഫേസ്ബുക്കിൽ റീൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ക്യാച്ച് ആയിട്ടുള്ള ഡയലോഗ്സുമായിട്ടാണ് ഇത്തരം പരസ്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. വിത്തൗട്ട് ഡോക്യുമെന്റ്, സിബിൽ സ്കോർ നോക്കണ്ട, നിങ്ങൾക്ക് ഉടനടി 10,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ക്യാച്ചി ആയിട്ടുള്ള ഡയലോഗ്സുമായിട്ടായിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് ഈ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെയാണ് ഇവന്മാർ ഒരു ചാകര ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ആ സമയത്ത് എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് സാധാരണക്കാർ ക്ലിക്ക് ചെയ്യുന്നുള്ളത് അവർക്കറിയാം. ഒന്നും ചെയ്യേണ്ട, ക്ലിക്ക് ഹിയർ എന്നുകൊണ്ട് ഒരു സെന്റൻസോ അല്ലെങ്കിൽ ഒരു ലിങ്കോ കാണും, നമ്മൾ അതിനകത്തോട്ട് ക്ലിക്ക് ചെയ്യും. ആ ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് നമ്മുടെ കോൺടാക്റ്റുകൾ അവർക്ക് എടുക്കാനുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് അവർക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ, ഇതൊക്കെയാണ് ആദ്യം വരുന്നത്. പക്ഷേ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ പൈസയുടെ ആവശ്യമായിട്ട് നിൽക്കുമ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല. എന്നിട്ട് പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. 10,000 രൂപ എടുത്ത് 1,500 രൂപ വെച്ച് 20 മാസം അടയ്ക്കണം എന്നായിരിക്കും ആ ടേമിനകത്തുള്ളത്. നമ്മൾ അപ്പോഴും അതും ശ്രദ്ധിക്കില്ല. നമ്മളിതെല്ലാം ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ റൈറ്റ് നെക്സ്റ്റ് അല്ലെങ്കിൽ യെസ് കൊടുത്തങ്ങ് വിടും. അത് കഴിഞ്ഞ് നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞ് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഉടനടി നമ്മുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വരും. ഇതാണ് ഇവരുടെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ഒരു 10,000 രൂപ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ 10,000 രൂപ എടുത്താൽ 10 മാസം കൊണ്ട് 1,500 രൂപ EMI എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. നമ്മൾ ഈ ടെനുവർ നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ മനസ്സിൽ എന്താ 10,000 രൂപ എടുത്ത മാക്സിമം പലിശ എത്ര വരും? 5,000 രൂപ. നമ്മൾ ഈ 1,500 വെച്ച് 10 മാസം പൈസ അടയ്ക്കും. അപ്പോൾ നമ്മൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ നമ്മൾ 10,000 രൂപ എടുത്തു, 15,000 രൂപ നമ്മൾ അടച്ചു. പക്ഷെ ആ 15,000 രൂപ 10ാമത്തെ EMI പോയി കഴിയുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യുന്ന ആ സമയത്താണ് ഇവറ്റകളുടെ എൻട്രി. പിന്നെ ഭീഷണിയായി, തെറിയായി, അതായി ഇതായി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതൊന്നും മിണ്ടാതെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും നമ്മുടെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും നിങ്ങളുടെ നഗ്ന വീഡിയോസും നഗ്ന ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുക്കും. നഗ്ന വീഡിയോസിന്റെ കാര്യമൊന്നും ഇവന്മാരെ കൊണ്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ AI ഉള്ളതുകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നഗ്ന ഫോട്ടോസ് ഇവന്മാരുടെ വേറും കോമഡിയാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കലവറയിൽ ഒരു കസ്റ്റമറിന്റെ നഗ്ന ഫോട്ടോസ് എനിക്ക് വന്നു. ഞാൻ ഈ കസ്റ്റമർ എന്നെ ജാമ്യം നിർത്തി ലോൺ എടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞാൻ ലോൺ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇയാൾക്ക് പകരം ഞാൻ ലോൺ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ കേസ് വരുന്നു എന്നാണ് മെസ്സേജ് വന്നത്. ഞാൻ അപ്പോൾ തന്നെ ഈ കസ്റ്റമറെ വിളിച്ചു, ചേട്ടാ ഇതിങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ശ്രീലക്ഷ്മി ഞാൻ ഇങ്ങനെ ആ ചേട്ടൻ പറഞ്ഞതാണ് ഞാൻ ഈ ലോൺ എടുക്കുന്ന രീതിയെക്കുറിച്ച് മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ ചെയ്തു. അവസാനം 10,000 രൂപയും കിട്ടി. ഞാൻ 1,500 വെച്ച് 10 മാസം അടയ്ക്കുകയും ചെയ്ത് 15,000 അടച്ചു കഴിഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞു ഇനിയും 10 മാസം കൂടെ അടയ്ക്കണം. അതായത് 10,000 രൂപ അടച്ചതിന് പിന്നെ നമ്മൾ 20 മാസം 1,500 രൂപ വെച്ച് അടയ്ക്കണം. അതായത് 30,000 രൂപ നമ്മൾ അടയ്ക്കണം, 3 ഇരട്ടി. അങ്ങനെ ഞാൻ അടയ്ക്കാതിരുന്നപ്പോഴേക്കും ഇവന്മാരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ അതിൻ്റെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ്, എൻ്റെ നഗ്ന ഫോട്ടോസ് അയച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ പേടിക്കേണ്ട, നഗ്ന ഫോട്ടോസ് വരട്ടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് എനിക്ക് കുറേ ഭീഷണിയുടെ മെസ്സേജുമായിട്ട് ഈ ചേട്ടൻ്റെ എന്ന് പറഞ്ഞിട്ട് നഗ്ന ഫോട്ടോ വന്നു. ആ ചേട്ടൻ ഒരു കൊച്ചു മുഖമുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെന്ന് വെച്ചാൽ ഒരു മറ്റേ എന്താണ് പറയുക, ഒരു വലിയ ആചാരവാഹുവായ ഒരു മനുഷ്യൻ, ഒരു തുണിയും ഇല്ലാതെ നിൽക്കുന്ന ഇവിടെ കഴുത്തിൻ്റെ അവിടെ ഒട്ടിച്ചു വെച്ചൊരു ഫോട്ടോ. ഞാൻ ആ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു, ചേട്ടൻ നഗ്ന ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ശ്രീലക്ഷ്മി സോറി അങ്ങനെയാണ് ഇങ്ങനെ. ചേട്ടാ പേടിക്കേണ്ട, ചേട്ടൻ റെസ്പോണ്ട് ചെയ്യേണ്ട, അവന്മാർ ചെയ്യാനുള്ളത് ചെയ്യട്ടെ. പിന്നെ അവന്മാർ അവിടെ നിന്ന് ഇവിടെ വരുമോ? നമ്മുടെ കേരളത്തിൽ വന്നിട്ട് നമ്മൾ എടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കേരള പോലീസില്ലേ, കേരള പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ ഇഞ്ച ചതയ്ക്കും പോലെ ഞങ്ങളുടെ പോലീസ് ചതയ്ക്കും. അപ്പോഴാണ് ഇവന്മാരുടെ ഈ ഒരു ഭീഷണി എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ സമാധാനപ്പെടുത്തി. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം, ആ മെസ്സേജുകൾ സ്ഥിരം വരുമായിരുന്നു. ഞാൻ ഓരോ നമ്പറും ബ്ലോക്ക് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ വന്നുകൊണ്ടേയിരുന്നു. ആരും മൈൻഡ് ചെയ്തില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ കലവറയിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തായി കാര്യങ്ങൾ? ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ മിണ്ടാതിരുന്നു. എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ കൂടെ നിന്നു, എൻ്റെ റിലേറ്റീവ്സും കൂടെ നിന്നു. അവസാനം കുറേ ആൾക്കാർക്ക് ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഒരു പൊട്ട ഫോട്ടോയൊക്കെ അയച്ച് ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ വിട്ട് അവന്മാരെ പാടും നോക്കി പോയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ഇത്തരം ലോൺ ആപ്സുകളൊന്നും തന്നെ നിയമപരമായി പ്രവർത്തിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരിൽ നിയമപരമായി യാതൊരു ആക്ഷനും എടുക്കാൻ അവർക്ക് പറ്റുകയില്ല. അത് ഫ്രോഡ് കമ്പനീസാണ്. ഫ്രോഡ് കമ്പനീസ് എങ്ങനെയാണ് നിയമത്തിന്റെ സഹായം തേടുന്നത്? പിന്നെ അവന്മാരിന് കേരളത്തിൽ വരുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. അവന്മാർ കേരളത്തിലേക്ക് വരട്ടെ, നമ്മളെ കേരള പോലീസിലെ ഇഞ്ച ചതയ്ക്കും പോലെ ഇവന്മാരെ ചതച്ചു കളയില്ലേ? അപ്പോൾ അവന്മാർ വരട്ടെ, നമുക്ക് നിയമത്തിന്റെ വഴി തേടാം. നമ്മുടെ പോലീസുകാർ ആ കാര്യത്തിലൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്. നമ്മളൊരാൾ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് നിന്ന് ദ്രോഹിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിയമം നോക്കിയിരിക്കുകയൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ പെട്ട ആരുടെ കയ്യിലാണ് ഇങ്ങനെ ഒരാൾ ലോൺ എടുത്തിട്ടുണ്ട്, അയാൾ ആ ലോൺ അടച്ചില്ലെങ്കിൽ നിങ്ങൾ അടക്കേണ്ടി വരും എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നാൽ നീ നിന്റെ പാട് നോക്കി പോടാന്ന് ഇവന്മാരൊക്കെ ഹിന്ദിയിൽ അയക്കുന്നത്. എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ നിന്റെ പാട് നോക്കി പോടാന്ന് നേരത്തെ അയച്ചാൽ അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു ഹിന്ദി വാക്ക് പഠിച്ച് വെച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ, നമ്മുടെ സൈൻ ഇല്ലാതെ ഒന്നും ഇന്നത്തെ കാലത്ത് ആർക്കും ജാമ്യം നിൽക്കുക എന്നൊരു പരിപാടി പറ്റില്ല. അതായത് എൻ്റെ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് ഞാൻ വഴിക്ക് വെച്ച് എൻ്റെ പേഴ്സ് കളഞ്ഞു പോയപ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ മിസ്സായി പോയ സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് ലോൺ എടുക്കാൻ പറ്റില്ല. കാരണം ഒന്നിലും ഞാൻ ഇതിൽ പെർമിഷൻ കൊടുത്ത് സൈൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ജാമ്യം നിൽക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നികുതി അടച്ച റെസീപ്റ്റ് ഉണ്ടല്ലോ, അതും അല്ലെങ്കിൽ ഈ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ തന്നെ ഇതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. ആ ഒരു വെരിഫിക്കേഷൻ നമ്മുടെ അടുത്തേക്ക് എന്തായാലും വരും. നിങ്ങൾ ഇന്ന
ഇതേപോലെ ഒരു സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് പറയാം ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോണിന്റെ പരിപാടി അവിടെ വെച്ച് തീരും. അങ്ങനെ നമ്മുടെ കൺസേൺ ഇല്ലാതെ ഒരാൾക്ക് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റോ നമ്മുടെ ഇൻകം പ്രൂഫോ വെച്ചൊന്നും ഇന്നത്തെ കാലത്ത് ലോൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ സർക്കാരിന്റെ വെരിഫിക്കേഷനിൽ അല്ലെങ്കിൽ ആ നിയമത്തിന്റെ വെരിഫിക്കേഷന്റെ ബേസിൽ അത് തള്ളി പോവേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ കഴിവതും ഇത്തരം ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ട ആദ്യ കാര്യം. ഇനി എടുത്തുപോയി സാഹചര്യ നിമിത്തം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റല്ല. അത് നിങ്ങളുടെ ജീവൻ കളയാനോ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നുമുള്ള ഒരു കാരണവുമല്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ലോൺ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്ന വീഡിയോയോ ഫോട്ടോയോ അയക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവന്മാർ അയക്കുന്ന നഗ്ന ഫോട്ടോ കൊണ്ട് നമ്മൾ ചിരിച്ച് ചാവും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കസ്റ്റമറിൻ്റെ ഫോട്ടോ കണ്ട് എനിക്ക് വന്നപ്പോൾ ഞാൻ ചിരിച്ച് മരിച്ചു എന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്നറിയാം, എൻ്റെ മുഖം ഇങ്ങനത്തെ ഒരു ചെറിയ മുഖമല്ലേ. ഇപ്പോൾ എൻ്റെ നഗ്ന ഫോട്ടോയാണ് ഒരാൾ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ ഈ കഴുത്ത് വെട്ടി മാറ്റിയിട്ട് ഒരു 3-4 കിലോ ബ്രസ്റ്റുള്ള ഒരു സ്ത്രീയുടെ ഫ്രണ്ടും പിന്നെ ഷഡ്ഡി അവിടെ ഇവിടെ പറ്റാത്തൊരു ഷഡ്ഡി ഇട്ട ഒരു 10-15 കിലോ എന്ന ഈ 2 ചന്തിയും വെച്ചുള്ള ഒരു ഫോട്ടോയിൽ എൻ്റെ ഈ എലിയുടെ അത്രയുള്ള ഒരു മുഖം എടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കും. ഇതാണ് അവരുടെ നഗ്ന ഫോട്ടോ വീഡിയോ നിർമ്മാണം. അത്രത്തോളം വിവരം വെള്ളിയാഴ്ച വ്യക്തികൾക്കുള്ളൂ. അതുപോലും മര്യാദയ്ക്ക് ചെയ്യാനുള്ള വിവരം വ്യക്തികൾക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ വരട്ടെ. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായപ്പം അവളിങ്ങനെ ഫേസ്ബുക്കിൽ എനിക്കുള്ള വർഷങ്ങളായിട്ട് അറിയണതാണ്. അവളെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഞാനിങ്ങനെ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോസ് വീഡിയോസ് എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ എന്നെ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ തിരിച്ച് പോസ്റ്റ് ഇട്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളെല്ലാവരും ഈ ലോൺ എടുത്ത ആളിൻ്റെ കൂടെ നിൽക്കണം. മനസ്സിലായോ? കാരണം അബദ്ധത്തിൽ പെട്ടുപോകുന്നതാണ്, പറ്റിപ്പോകുന്നതാണ്. അല്ലാണ്ട് ഇവരുടെ കൂടെ കിടക്കാനും അറിയാനും തിരിയാനും തുടിയില്ലാതെ ഒന്ന് ഫോട്ടോ എടുക്കാനും നിന്ന് കൊടുത്തൊന്നും അല്ല എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതും കൂടി ഈ ലോൺ എടുക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാവാനും അല്ലെങ്കിൽ ഒന്നും ചെയ്യാനും ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. വരുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ച് വേണം. 10,000, 20,000, 30,000, 50,000, 1 ലക്ഷം, ഇതിൽ കൂടുതലൊന്നും 50,000 രൂപ കൂടുതലൊന്നും എന്തായാലും അവന്മാർ ലോൺ തരാൻ പോകില്ല. അതുവരെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഒരു മനുഷ്യനും അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഇല്ല. നമ്മുടെ നിയമവും നമ്മുടെ പോലീസും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോൺ ആപ്പുകൾ എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാക്കുമെന്നൊന്നും ചിന്തിക്കരുത്, അതിലൊന്നും പേടിക്കരുത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇടണം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്നുള്ളത്. അന്നേരം നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള വസ്തുതയും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം അപകടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയുള്ള വിദ്യാഭ്യാസവും വിവരവും ബോധവുമുള്ള ആൾക്കാരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ഇത്തരം ആപ്പുകളെ ഭയപ്പെടരുത്. ഓക്കെ, ബൈ.